അങ്ങനെ നമ്മൾ കാപ്പിയുമായിട്ട് ഇന്നത്തെ ഈ റോഡിലെ പ്രഭാതം. ചുറ്റും കെട്ടിടങ്ങളാട്ടോ. ഒത്തിരി ഒന്നും ടെറസിൽ കയറി നിന്നാലും കാണാൻ പാകത്തിനൊന്നുമില്ല. നഗരം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം മുറ്റമില്ല, കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങളില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ മിസ്സിങ് ആവുന്നുണ്ട് ഇതിനകത്ത്. നോക്കൂ, ആ റോഡ് സൈഡിലേക്ക് പച്ചക്കറി കടകളൊക്കെ രാവിലെ തുറന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഉള്ളിലോട്ടിറങ്ങാം. ഇവിടേക്ക് എന്താ നോക്കാം, കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് അതുവഴിയൊക്കെ ഒന്ന് നടന്നു നോക്കാം കേട്ടോ. മാറങ്ങോട്ടോ, ഈ സൈഡിലും ആ സൈഡിലും എന്തൊക്കെയോ ഉണ്ട്. അത് ചങ്ങലം പറണ്ട, ഇത് മുരിങ്ങയില, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന നടത്തില്ല ഇത്. പിന്നെ ചീര, ഇത് മറ്റേ ഇല്ലേ നമ്മളില്ലേ മലയിൽ കണ്ട സംഭവം. ഇവിടെ ഇതെന്തോടാ, ഇതിന് പേരറിയില്ല. ഇവിടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ട ഒരു ബോർഡ്, അതിനകത്ത് നിങ്ങൾക്കറിയാവുന്ന 2 പേരേ ഉള്ളൂ. 3 താഴെ ഒരാളുണ്ട്. താഴത്തെ ആളെ അറിയാവോ? ബക്രു കാവൽക്കാരൻ. ഇങ്ങോട്ട് വാ. അതെന്താടാ, സ്റ്റേഷനാണോ നേരെ കാണുന്നത്? ആന്ന് തോന്നുന്നു. വരുന്ന പോലെ അതിൻ്റെ വില ഉണ്ടോ? അതിന് 100 രൂപ. ഇതിനെത്രയാ? ഇതിന് 100 രൂപ. നമ്മുടെ വെള്ള ആന്തൂറിയമില്ലേ, അതിന് 250, അത് 300. വലിയ ചെടികൾക്കൊക്കെ വലിയ പൈസകൾ. ഇത് ബോൺസായി പോലെ നമുക്ക് ഇങ്ങനെ നിർത്താം. 2000 റുപ്പീസാ. 2000. അവരോട് കേട്ടാ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ ഫോണിലൂടെ? സത്യം, നല്ല ഇവനെ കാണാൻ നല്ല ഭംഗിയില്ല. ഇതെല്ലാം കൂടെ അവിടെ അമ്പലം പണിയാണോ? അമ്പലത്തിൽ കയറുന്നതിന് ഫീസ് കൊടുക്കണോ? ഇല്ല, വണ്ടിക്കാൻ അല്ലേ? എത്ര രൂപയുടെ? ഓ, കാലുപിള്ളേ. അതിൻ്റെ വെയിൽ കൊണ്ടിട്ട് അപ്പം ഞാൻ വണ്ടി വന്നിട്ട് എൻ്റെ മുടിയിലോട്ടിരിക്കണം. നോക്ക്, അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഇതെന്താ ചോദിച്ചൊക്കെ ഓം മുരുക എന്നാണോ?
ഡാഡി ഇവിടെ ഇവിടെ എൻ്റെ മുടിയിലുള്ള ചോക്ലേറ്റ്. ഇത് ഡോഗ്ലി കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ വന്നത്. കണ്ടോ പ്രസാദം, 50 രൂപ പ്രസാദം. 10 രൂപ കൊടുക്കുന്നവർക്ക് ഭസ്മം മാത്രവും 50 രൂപ കൊടുക്കുന്നവർക്ക് മാലയും നെല്ലിക്കയില്ല. ഇല്ല ഗൈസ്, ഇത് നമുക്ക് തലയിൽ വെക്കാം. പോൺസ് നേരെ തന്നെ കേട്ടില്ല അവിടെ പാർക്കിംഗ്